ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും അശ്വിൻ ടിപ്സ് ആൻഡ് ടിക്സിൻ്റെ ഒരു പുതിയ യൂട്യൂബിലൂടെ സാധനം ചെയ്യുന്നു. അപ്പോൾ നമ്മളിന്ന് രാമിൻ്റെ മൊബൈൽ ഷോപ്പിലാണ് നിൽക്കുന്നത്. ഇവർ രാജസ്ഥാനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. രാജസ്ഥാനിൽ നിന്ന് നമ്മുടെ ഇവിടെ മൊബൈൽ കട നടത്തുന്നു. അപ്പോൾ നമ്മളിന്നൊരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാൻ ചോദിച്ചപ്പോൾ അവർ നമുക്ക് അൺബോക്സിംഗ് വീഡിയോ ചെയ്തോളാം പറഞ്ഞായിരുന്നു. അതുപോലെ ഇവരുടെ കടയെന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരി മാർക്കറ്റ് റോഡിൽ പോലീറ്റേറ്റ് ഫ്രണ്ട് വശത്താണ് ഇവരുടെ കട. നമുക്കിനി ഇവരെ പരിചയപ്പെടാം. അപ്പോൾ വീട്ടിലോട്ട് പോയേക്കാം. നമ്മൾ ഈ കടയിലെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടും. എൻ്റെ പേര് ദിലീപാണ്. രാംദേവ് മൊബൈൽസ് ആൻഡ് ആക്സസറീസ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ ചങ്ങനാശ്ശേരിയാണ്, മാർക്കറ്റ് റോഡ്. ഇതിൻ്റെ കട നമ്മുടെ എല്ലാം ഗ്ലാസ്, കവറ്, പൗച്ച് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്. ഗണേശാണ് പുള്ളിയുടെ പേര്. അത് ഇവിടെ സ്റ്റാഫ്, നമ്മുടെ 2 സ്റ്റാഫാണ്. ഇനി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെഡ്മി നോട്ട് 7S ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് മേടിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവരുടെ കടയിൽ നിന്ന് മേടിക്കാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഇവരുടെ അഡ്രസ്സും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാജസ്ഥാനിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് കട നടന്ന 2 മൊബൈൽ ഷോപ്പ് നടന്ന 2 ആൾക്കാരെ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. റെഡ്മി നോട്ട് 7S നമുക്ക് അവർ അൺബോക്സ് ചെയ്യാൻ ഇവിടെ തന്നായിരുന്നു. നമുക്കിനി എന്തൊക്കെ ഇതിനകത്തുണ്ടെന്നൊക്കെ പറയാം. ആദ്യമായിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു ബ്ലാക്ക് കളറിലെ ടെമ്പേർഡ് ബാക്ക് കവറുണ്ട്. പിന്നെ കുറച്ച് മാനുവൽ കാർഡ്, സിം വെച്ചിട്ട് പിന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ മൊബൈൽ ഫോണൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ അതിനുള്ള വ്യത്യാസം തന്നെ ഇതിലുള്ളൂ. ഇപ്പോൾ ഇറങ്ങിക്കൊണ്ട് ഒത്തിരി മൊബൈൽ ഫോൺ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ബെസ്റ്റ് ഫോൺ നമുക്ക് സെർച്ച് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. അപ്പോൾ നമുക്ക് ഏത് ഫോൺ തിരഞ്ഞെടുക്കുകയാണെങ്കിലും 1 മന്ത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രം തിരഞ്ഞെടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഓൾറെഡി ബുക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് നല്ല ഫോണാണോ അല്ലോ എന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ചാർജർ C ടൈപ്പിൻ്റെ ചാർജറാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് 2 ഹിഡൻ ഫാക്ടർ ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലോ കമൻറ്റ് ചെയ്യുകയോ അതുപോലെ തന്നെ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കുവാണെങ്കിൽ അഡാപ്റ്റർ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ബ്ലാക്ക് കളറിലെ ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് റെഡ്മി നോട്ട് 7Sൻ്റെ. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ബാക്ക് കവർ ജസ്റ്റ് നോക്കിയിട്ട് നോക്കാം എങ്ങനെയുണ്ട് കാണാൻ കൊള്ളാമെന്നൊക്കെ നോക്കാം. ബാക്ക് കവർ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് മറ്റേ ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് വ്യത്യാസം തോന്നുന്നില്ല. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം നമുക്ക് ബാക്ക് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കാം കാണാൻ ഭംഗിയുണ്ടത്. അത് നമ്മൾ ബാക്കിൽ നിങ്ങൾ കാണുമ്പോൾ അറിയാം നല്ലൊരു മിറർ ഇമേജ് പോലെയാണ്. അതായത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റിയൊരു എന്തോ ഒരു ഭംഗി പോലെ അതിനകത്ത് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് സാധാരണ എല്ലാ ഫോണിലും കാണുന്ന പോലെ തന്നെ ഓഡിയോ കുത്താനുള്ള ജാക്കറ്റും അതുപോലെ തന്നെ സിം ചെറിയ സ്ലോട്ട്, പിന്നെ സ്പീക്കറിൻ്റെ ഒരു ചെറിയൊരു മൈക്കിൻ്റെ ഓപ്ഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ബേസിക് ഫോണിനുള്ള എല്ലാ കാര്യങ്ങളും ഫോണിനകത്തുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ഫങ്ഷനും വർക്കിങ്ങും പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ക്യാമറ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഫിംഗർ പ്രിൻ്റ് സെൻസറുണ്ട്. അതായത് റൗണ്ട് ഷേപ്പിലാണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റ് ഫിംഗർ പ്രിൻ്റാണ്. പിന്നെ നമ്മൾ നോക്കുന്ന ക്യാമറയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കും തോന്നുന്നു. 48 MB മെഗാ പിക്സലിലാണ്. അത്യാവശ്യം നല്ല ഇതുള്ള ക്യാമറ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് കൂടുതൽ യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫോണൊന്ന് അൺലോക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സൈഡ് 2 മെനു ബാറും, നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് ടൈപ്പ് ചെയ്താൽ ഗൂഗിളിൻ്റെ സെർച്ച് ഓപ്ഷനും, പിന്നെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ പാനൽ ഐക്കണും കുറച്ച് ഷോർട്ട് കട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐക്കണൊക്കെ ആയിരിക്കും. അപ്പോൾ വളരെ വ്യത്യാസമൊന്നുമില്ല. റെഡ്മി നോട്ടിൻ്റെ പോലെ തന്നെ നോക്കുവാണെങ്കിൽ റെഡ്മിയുടെ എല്ലാ ഫോണുകളും ലോഞ്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അതിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും ഒരേപോലെ തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കൂടുതൽ ഫോണിൽ നോക്കുന്ന ഫീച്ചേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഫങ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, റാമും അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ കൂടുതൽ കാര്യങ്ങളൊക്കെയാണ്. ക്യാമറയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ക്യാമറയ്ക്ക് കുറച്ച് ഓപ്ഷനുകൾ കൂടുതലുണ്ട്. നമുക്ക് പോർട്രേറ്റും നൈറ്റ് മോഡും അതുപോലെ തന്നെ സ്ക്വയർ, പനോരമ, പ്രോ ഉണ്ട്. നമ്മൾ പ്രോ എന്ന് പറയുന്ന മറ്റൊന്നുമല്ല, 48 MB മെഗാ പിക്സൽ വെച്ച് എടുക്കാൻ പറ്റിയ ഓപ്ഷനാണ് പ്രോ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ISO 3200 വരെ ഉണ്ട്. അതായത് നമുക്ക് കൂടുതൽ വെളിച്ചം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ചെറിയതായിട്ട് നിങ്ങളിപ്പോൾ ഷെയ്ക്ക് ചെയ്യുന്ന കാണാനായിരിക്കും. അത് വേറെ ഒന്നുമല്ല, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് മൊബൈൽ ഫോണിലാണ്. ആ മൊബൈൽ ഫോൺ മാത്രമല്ല മുകളിൽ ലൈറ്റ് ഉണ്ട്. ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ ക്യാമറ കൂടുതൽ നമുക്ക് ഫോക്കസ് എടുക്കാൻ പറ്റത്തില്ല. ആ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ വീഡിയോയുടെ ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ 2 ഓപ്ഷൻ ഉണ്ട്. സ്ലോ മോഷനും അതുപോലെ തന്നെ ടൈം ലാപ്സിൻ്റെ ചെറിയൊരു ഓപ്ഷൻ ഉണ്ട്.
പിന്നെ സെറ്റിങ്സിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഒത്തിരി സെറ്റിങ്സ് ഉണ്ട്. അതിനകത്ത് വീഡിയോ ക്വാളിറ്റി ഫുൾ HD 2 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടൈം ലാപ്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻ്റർവെല്ലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഷോട്ട് എടുക്കാനുള്ള അതിൻ്റെ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയണമെങ്കിൽ നമ്മളിപ്പോൾ മൊബൈൽ ഫോണിൽ കാണുമ്പോൾ ജസ്റ്റ് നമുക്ക് തോന്നുന്നതായിരിക്കും, ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് തോന്നുക, അല്ലാതെ ഒറിജിനലായിട്ട് കാണുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാമറയാണ്. പിന്നെ കൂടുതൽ നേരം യൂസ് ചെയ്യാതെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ സെറ്റിങ്സിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എബോട്ടിൽ നമുക്കൊരു ചെറിയൊരു ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ സെറ്റിങ്സ് സാധാരണ എല്ലാം പാനലൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് അവരുടെ ഒരേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ എബോട്ടിനകത്ത് നിങ്ങൾ നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഡിവൈസിൻ്റെ നെയിമും മോഡൽ നെയിമും Android 9 Pie അതിൻ്റെ ഓപ്ഷനും MIUIയുടെ 10 വേർഷനുണ്ട്. RAM 3GB ആണ്, 2.0 GHz ഇത്, അങ്ങനെ കുറച്ച് ഓപ്ഷനും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ചെറിയ ചെറിയ ഫീച്ചേഴ്സുകളുള്ള ചെറിയൊരു ഫോൺ തന്നെയാണ്, ബഡ്ജറ്റ് ഫോൺ തന്നെ പറയാം. ഇനി നമ്മൾ കൂടുതൽ ഈ കടയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ കടയിൽ കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ ബാക്ക് കവറാണ്. അതായത് ബാക്ക് കവറിൻ്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വേർഷനും അതുപോലെ തന്നെ ഇമേജസും നമ്മൾ PUBGയിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരോട് കോൺടാക്ട് ചെയ്യുന്ന നമ്പരും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ലെറ്റ്സ് എൻജോയ് ദിസ് വീഡിയോ.